കാസർഗോഡ് കാഞ്ഞങ്ങാട് മറിഞ്ഞ ടാങ്കർ ലോറി ഉയർത്താനുള്ള തീവ്ര ശ്രമം ഇന്നും തുടരുകയാണ്. പ്രദേശത്ത് ഒരുപാട് നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പ്രദേശത്ത് വിച്ഛേദിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടാങ്കർ ഉയർത്തുന്നതിന്റെ ഭാഗമായി പ്രദേശത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രനുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, അവിടെ ആശങ്കയുള്ള സാഹചര്യമില്ല, കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മഴയിടയ്ക്ക് ഈ വാഹനം ഉയർത്തുന്നതിനൊക്കെ തടസ്സമായിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഇന്ന് 10 മണിക്ക് മുമ്പ് തന്നെ ടാങ്കർ ലോറി നമുക്ക് ഉയർത്താൻ കഴിയുമോ അർച്ചന? അരുൺ, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ നടക്കുന്നത്. അതായത് കാഞ്ഞങ്ങാട് സൗത്തിൽ ഒരു ബസ്സിന് വഴി കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ടാങ്കർ ലോറി വയലിലേക്ക് മറിയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് വിദഗ്ധ സംഘം എത്തി പരിശോധിച്ചു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അപകട സാധ്യതയൊന്നും കണക്കാനാകുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാവുന്നതും. എന്തായാലും വാതക ചോർച്ചയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു. എന്തായാലും പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രദേശത്തെ പല വാർഡുകളും, അതായത് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങാത്ത് വരെയുള്ള 18, 19, 26 വാർഡുകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഭയങ്കര, അതായത് കാഞ്ഞങ്ങാട് ഭാഗത്ത് ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം മുകളിൽ നല്ല റോഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ സർവീസ് റോഡിന്റെ തീരത്തൂടെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു ആ വണ്ടി അങ്ങ് താഴോട്ട് പോയത്. എന്തായാലും അതിൽ വാതകച്ചോർച്ചയില്ല എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. വീട്ടുകാരുടെ അടുത്തൊക്കെ ഇത് കറണ്ടില്ലെന്ന് തോന്നൂലേ? ഈ 3 വാർഡുകളിലും ഇന്ന് കറണ്ടില്ല. ആ ഭാഗത്ത് വാഹനം നിർത്തി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്, അത് നിർത്തി സ്റ്റാർട്ട് ചെയ്യോ ഇനി? അരുൺകുമാർ, നിലവിൽ 9 മണിക്ക് ശേഷം മാത്രമേ നിയന്ത്രണമുള്ളൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗങ്ങളിൽ കറണ്ടില്ല. വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച ഒരു സാഹചര്യം തന്നെയാണ്. നമുക്ക് 9 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ പ്രാരംഭ നടപടികളെല്ലാം അല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചുള്ള നടപടിക്രമങ്ങൾ നടത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫയർഫോഴ്സ് സംഘങ്ങളടക്കം വ്യക്തമാവുന്നത്. സാർ, 9 മണിക്ക് ശേഷമായിരിക്കും പരിപാടി? ക്രെയിൻ എത്തിയില്ല, കണ്ണൂരിൽ നിന്ന് വരേണ്ട ക്രെയിനാണ്. ക്രെയിൻ വന്ന ശേഷമാണ് ഇത് ലിഫ്റ്റിംഗ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിൽ ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിലായിരിക്കും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും. പ്രിക്കോഷൻ എന്ന രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പ്രിക്കോഷൻ എന്ന രീതിയിലേക്ക് പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. പക്ഷേ ഗതാഗതം തടഞ്ഞുകൊണ്ട് ഇലക്ട്രിക് സപ്ലൈ ഇല്ല. വീട്ടുകാർ സുരക്ഷിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭംഗിയായി നമുക്ക് കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ പറ്റും. അരുൺ, അത് തന്നെയാണ്, 9 മണിക്ക് ശേഷമായിരിക്കും നടപടികൾ. ക്രെയിൻ ഉപയോഗിച്ച് കണ്ണൂരിൽ നിന്നും ക്രെയിൻ വരേണ്ടതുണ്ട്. അത് ഉപയോഗിച്ചുള്ള നടപടികൾ 9 മണിക്ക് ശേഷമാവും നടത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാം ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെ ഇവർ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അപ്പുറത്തേക്ക് മറിഞ്ഞു കിടക്കുന്നത്. ആ ടാങ്കർ ലോറി മറിഞ്ഞു കിടക്കുമ്പോൾ വാതകച്ചോർച്ച ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഭയം. പണ്ട് കണ്ണൂരിലുണ്ടായ വലിയ അപകടം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. താങ്ക് യു അർച്ചന. അർച്ചനയാണ് രാവിലെ വിവരങ്ങൾ നൽകിയത്.